ഹായ് ഫ്രണ്ട്സ്, വന്ദനയാണ്. ഇന്ന് നമുക്കൊരു അമ്പലത്തിൽ പോകാം കേട്ടോ. വീടിൻ്റെ അടുത്തുള്ള നമുക്ക് അമ്പലത്തിലേക്ക് ഇപ്പോൾ നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അമ്പലത്തിൽ നാറ്റന്നാൾ ഭജനയാണ്, അതുകൊണ്ട് ഇവിടെ പന്തലൊക്കെ ഇടുകയാണ് ആൾക്കാർ. ഒക്കെ വലിച്ചിട്ടുന്നുണ്ട്. പറഞ്ഞാലേ ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയൊന്നും അറിയൂല. നമുക്ക് ചോദിച്ച് വേണം പോവാൻ. ഷോപ്പിൻ്റെ അടുത്തെത്തിയേ 6:15 ബസ്സേരെ അമ്മ. ഇപ്പൊ സമയം ഇതിനകത്ത് ആയില്ലല്ലോ. ആ സമയം കൊണ്ട് അമ്പലത്തിലെത്താം. അപ്പൊ എൻ്റെ കൂടെ അമ്മയുണ്ട്, അമ്മൻ്റെ ഫ്രണ്ട് സുഷിതേച്ചിയും ഉണ്ട് കേട്ടോ. നമ്മള് നടക്കാം, ബസ്സില്ലാന്ന് പറഞ്ഞ ടൈമിൽ 6:15 ബസ് വരാൻ. സമയമാകുമ്പോഴേക്കും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാം. അതിൽ വലിയൊരു കുറുക്ക് വഴി ഉണ്ട് പോലെ. കുറുക്ക് വഴിയൊന്നും അറിയില്ല. നേരെ പോയ അമ്പലത്തിലാണ്. റോഡിന് കുറേ നടക്കണമെന്നേ ഉള്ളൂ, ഒരു അരമണിക്കൂർ. ഇന്ന് നടന്ന് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. നമ്മൾ അറിയുന്ന ഒരാളൊക്കെ ഉണ്ട്, അവരോട് സംസാരിച്ച് അങ്ങനെ ഇവരാണ് എൻ്റെ കൂടെയുള്ള ടീംസ്. അവിടെ നല്ല ഭംഗിയാണ് കാണാൻ, അടിപൊളി നല്ല വയലുകളൊക്കെ ആയിട്ട്. ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് അവിടെ. സരിതേച്ചിൻ്റെ വീട് ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ സരിതേച്ചിൻ്റെ വീട്ടില. വയലിൻ്റെ മുന്നിൽ തന്നെയാണ് അവരുടെ വീട്. നല്ലൊരു 2 നില വീട്. എൻ്റെ ഞാൻ അറിയുന്ന ഒരു ചേച്ചിയാ. വയലുകൾ ഇനി നല്ലൊരു ആംബിയൻസാണ് കാണാൻ പോകട്ടെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതുണ്ട് ഒരു വില്ലേജിലേക്കുള്ള ആണ്. ഇതിൽ പോയാൽ എൻ്റെ ഒരു ചേച്ചീൻ്റെ വീട്ടിലെത്തി. പിന്നെ ഇതാണോ അമ്പലത്തിൽ? ഇതിലെയാണോ? ഉറപ്പാണോ? ഇതിലെ പോയാൽ അമ്പലത്തിലെത്തുമോ? കണ്ടമ്പള്ളി. അപ്പോൾ അവിടേക്കാണ് അങ്ങാടി. ഇപ്പോൾ നമ്മൾ ഇതിലേ പോയാൽ അമ്പലത്തേക്ക് എത്തുന്നു അറിയില്ല. പോയി നോക്കാം, ചോദിച്ച് പോകാം. ഇവിടെ നമ്മ ആരെയും അറിയുന്ന കഥ കണ്ട്. ഞങ്ങളിവിടെ കണ്ടമ്പള്ളി അമ്പലത്തിൽ പോവുക. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? അത് ശരി. ഞങ്ങൾ വിചാരിച്ച ആരെയും ഞങ്ങൾ അറിയൂലെന്ന്. നമ്മൾ ആദ്യമായിട്ട് കേട്ടോ ഇതിലെങ്ങനെ വരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം നമ്മളെ നാട്ടുകാർ തന്നെ. ചേച്ചി വഴി പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ക്യാമറ ഓഫാക്കേണ്ട ആവശ്യമേ വരുന്നില്ല, അത്രയും ഭംഗിയാണ് കാണാൻ. എന്താ ഭംഗിയാ. അങ്ങകലെ സൂര്യൻ ഇതാ ഉദിച്ചു നിൽക്കുന്നു. നല്ലൊരു ഗ്രാമത്തിൻ്റെ വീഡിയോ, നല്ലൊരു ഒരു വിഷ്വൽ. എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ആയിക്കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഉണ്ടാവും അങ്ങകലെ മലമേലെ എൻ്റെ സന്നിധാനം. നമ്മളിപ്പം പോകുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് കേട്ടോ. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഗ്രാമസഭയ്ക്ക് പോവുകയാണെങ്കിൽ ഇതുവഴിയാണ് നമ്മൾ പോവൽ. ഇതുവഴിയാണ് പോകേണ്ടത്. പക്ഷെ എനിക്കിതിലെ വഴി അറിയില്ല, ഞാൻ ആദ്യമായിട്ടല്ല പോകുന്നത്. ശരിക്കും ഇതിലങ്ങനെ ചുറ്റി റോഡിന് തന്നെ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ടത്തല്ലേ, എന്നിട്ട് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കോ. അപ്പോൾ വഴി മനസ്സിലാക്കി. ഇനി നല്ല വിശാലമായ നല്ല പാടങ്ങളാണ് കാണുന്നത്. കൃഷിയിടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, കുലച്ച് നിൽക്കുന്ന വാഴ. എന്താണ് കതിരുകളാടുന്നുണ്ട് കാറ്റത്ത്. എന്താ എനിക്കെന്തോ ഒരു സന്തോഷം ഈ അത് കണ്ടത്. ഇതിന് നല്ല ടെൻഷനിൽ നിൽക്കുക കേട്ടോ. ഗംഗയാറ് പറക്കുന്നുള്ള പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം നിങ്ങൾക്ക്? എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു ഭാഗം. പക്ഷേ ഇവിടുത്തെ പേര് എനിക്കത്ര ഇഷ്ടമല്ല, അമ്പലപ്പാട്. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ സുഖമല്ല പേര്. ഇവിടുത്തെ നാട്ടുകാർ കേൾക്കണ്ട. എന്നിട്ട് പണിക്കിടും. ഇവിടുന്ന് ആരോ പുല്ലരിയുന്നുണ്ട്. രാവിലെയാണ് പുല്ലരിഞ്ഞ് ചേരുന്നത്. അയ്യോ വണ്ടി വന്ന് നിൽക്കട്ടെ സൈഡ്. ഓ
ആ വണ്ടിയൊക്കെ പോണുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പോകുന്ന അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നു. ഹായ് അമ്മ ഹായ് വരുന്നു. ഇതാട്ടോ റോഡ്, മെയിൻ റോഡ്. നമ്മൾ വന്നേ അതിലെ വന്നാൽ ഇങ്ങോട്ടെത്തും. അപ്പോൾ ആ ചേച്ചി അതിലെ പോയി. നമ്മളിതിലിങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ആരൊക്കെയോ മീൻ പിടിക്കുന്നുണ്ട്. കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട്. മീൻ കിട്ടിയാ? മീൻ പിടിക്കലുണ്ടോ ഇവിടുന്ന്? നോക്കട്ടെ. ആ കുപ്പി കെട്ടിയിട്ട് എന്താ പിടിക്കുന്നേ? കുപ്പി കെട്ടിയിട്ട് പിടിച്ചാൽ മീൻ കിട്ടുമോ? നല്ല ചൂണ്ടല്. ചൂണ്ടൽ നോക്കട്ടെ. നല്ല ചൂണ്ടലുണ്ട്. ഞാൻ പോയിട്ട് വരാം. വീണ് ഈ അടുത്ത് പോകുന്നതിനെ നമ്മൾ ബാക്കിലായി പോയിട്ടോ. വീട്ടിൽ നടക്കട്ടെ. കാണുന്നില്ല, അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ. കണ്ടംപള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. നമ്മൾ ഗ്രാമസഭയ്ക്ക് ഇതിലേ പോവാ. വൃദ്ധാശ്രമം. അതെന്താ ആശ്രമം? കാണല്ലോ അവിടെ. അതിനകത്ത് ഇഷ്ടം പോലെ പുളികളുണ്ട് കേട്ടോ. നിറയെ കായ്ച്ചു നിൽക്കുക പുളികൾ കണ്ടോ, കൊലയായിട്ടുണ്ട്. ഇപ്പം അമ്പലത്തിലെത്തിട്ടോ. ഇത് സ്കൂളാണേ. ഇവിടെയാണ് നമ്മൾ ഗ്രാമസഭയ്ക്കൊക്കെ പോലെ പ്രധാന സ്ഥലത്തെ. ഇതിലാണ് അമ്പലം. എല്ലാം കണ്ടംപള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. ഇവിടെ അയ്യപ്പനും ഇവിടെ ഭദ്രകാളിയും കാര്യാത്ത സ്വാമിയാണ്. അപ്പുറത്തേക്കൊക്കെ ഉണ്ട്, അങ്ങനെ ഞാൻ പോണില്ല. അമ്പലം കേട്ടോ, നല്ലൊരു അമ്പലം, നല്ലൊരു ആംബിയൻസ് ആണ്. സ്വാമീൻ്റെ അടുത്ത് പ്രസാദമാണ്. നല്ല ചൂടുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇഷ്ടമായി പായസം. ആണ് നമ്മൾ വന്ന അമ്പലം കേട്ടോ. നമ്മളിനി തിരിച്ചു പോവുകയാണ്. നമ്മൾ വന്ന അമ്പലം കേട്ടോ. കൊച്ചു ഗുരുവായൂർ എന്നവിടെ പറയാം. കണ്ടംപള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. വൈകുന്നേരം 6:10 അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. നമ്മളെല്ലാവരുമാണ് അമ്പലത്തിൽ പോയത്. നമ്മൾ അമ്പലത്തിൽ വന്ന് നന്നായി തൊഴുതു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.